അടുത്തതായി പേറോളിനെ കുറിച്ച് പഠിക്കാം. ഒരു കമ്പനിയിലെ ജോലിക്കാരുടെ സാലറിയും മറ്റു ബെനിഫിറ്റുകളും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന അക്കൗണ്ടുകളാണ് പേറോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. പേറോൾ അക്കൗണ്ടിംഗ് ടാലിയിൽ എനേബിൾ ചെയ്യുവാനായി ബട്ടൺ ബാറിലെ F11 ഫീച്ചേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിലെ F11 എന്ന ഫംഗ്ഷൻ കീയിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന കമ്പനി ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അക്കൗണ്ടിംഗിന്റെ ഫീച്ചേഴ്സ് എഡിറ്റ് ചെയ്യുവാനുള്ള വിൻഡോ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് പ്രോഫിറ്റ് സെന്റർ മാനേജ്മെന്റ് എന്ന ഈ ലിസ്റ്റിന് താഴെയുള്ള മെയിൻറ്റെയിൻ പേറോൾ എന്ന ഓപ്ഷൻ യെസ് ആക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ നോ എന്നാണ് നിൽക്കുന്നത്. ഇത് യെസ് ആക്കി മാറ്റാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കീബോർഡിൽ Y കീ പ്രസ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നാം വരുത്തിയ മാറ്റം സേവ് ചെയ്യുന്നതിനു വേണ്ടി കീബോർഡിൽ കൺട്രോളും എയും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. അല്ല എങ്കിൽ ഇതേ രീതിയിൽ എന്റർ ബട്ടൺ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ടാലി സോഫ്റ്റ്വെയറിൽ പേറോൾ എനേബിൾ ആയിരിക്കുന്നു. ഇനി കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക. ശ്രദ്ധിക്കുക, ഇവിടെ മാസ്റ്റേഴ്സിൽ പേറോൾ ഇൻഫോ എന്ന ഒരു മെനു വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ എന്ന ഈ ലിസ്റ്റിൽ പേറോൾ വൗച്ചർ എന്ന മറ്റൊരു മെനു കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടാലിയിൽ പേറോൾ സെറ്റപ്പ് ചെയ്യുന്നതിനായി F12 കോൺഫിഗറേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഫിഗറേഷൻ എന്ന മെനുവിൽ നിന്നും പേറോൾ കോൺഫിഗറേഷൻ എന്ന മെനു സെലക്ട് ചെയ്യുക. ഇവിടെ പേറോൾ കോൺഫിഗറേഷൻ വിൻഡോയിൽ ആദ്യത്തെ ഓപ്ഷൻ ഷോ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ആണ്. പേറോൾ അക്കൗണ്ടിംഗിൽ സ്റ്റാറ്റ്യൂട്ടറി ഐറ്റംസ് ഷോ ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് ആക്കി നൽകുക. അടുത്ത ഓപ്ഷനിൽ എംപ്ലോയീസിന്റെ പാസ്പോർട്ട്, വിസ എന്നീ ഡീറ്റെയിൽസുകൾ എന്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യെസ് ആക്കി നൽകാം. കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ യെസ് ആക്കി നൽകാം. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്ത് ഇത് സേവ് ചെയ്യുക. ഇനി കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക. നാം ഇപ്പോൾ പേറോളിന്റെ കോൺഫിഗറേഷനും ഫീച്ചേഴ്സും എന്റർ ചെയ്തു കഴിഞ്ഞു. ഇനി പേറോൾ ഇൻഫർമേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, പേറോൾ ഇൻഫോ എന്ന ഈ മെനുവിൽ പല ഓപ്ഷനുകളും ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് പേ ഹെഡ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും നമുക്ക് പേ ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേറോൾ അക്കൗണ്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പേയ്മെന്റ് ഹെഡ്സ് ആണ് വേണ്ടതെന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ഒരു കമ്പനിയിൽ എംപ്ലോയീസുമായുള്ള ട്രാൻസാക്ഷനുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക് സാലറി, DA അഥവാ ഡിയർനെസ് അലവൻസ്, HRA അഥവാ ഹൌസ് റെന്റ് അലവൻസ്, TA, ട്രാവലിംഗ് അലവൻസ്, PF, ഗ്രാറ്റുവിറ്റി, ബോണസ് തുടങ്ങിയ ഹെഡുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമുള്ള പേ ഹെഡ്സ് ഇവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി പേ ഹെഡ്സിനുള്ളിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേ ഹെഡ്സ് ക്രിയേഷൻ സ്ക്രീനാണ് ഇപ്പോൾ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഇവിടെ നെയിം കോളത്തിൽ നമ്മുടെ പേ ഹെഡ്സിന്റെ നെയിം എന്റർ ചെയ്യുക. ആദ്യമായി നമുക്ക് ബേസിക് സാലറി എന്ന ഹെഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി നെയിം ബേസിക് സാലറി എന്ന് നൽകുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ പേ ഹെഡ്സ് ഇൻഫോ എന്ന ലിസ്റ്റിന് താഴെ പേ ഹെഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ലിസ്റ്റ് ഓഫ് പേ ഹെഡ്സിൽ ടൈപ്പ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഒന്നാമത്തേത് ഡിഡക്ഷൻ ഫ്രം എംപ്ലോയീസ്, അതായത് നാം നിർമ്മിക്കുന്ന പേ ഹെഡ് എംപ്ലോയിയിൽ നിന്ന് വല്ലതും ഡിഡക്ട് ചെയ്യുവാനാണെങ്കിൽ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ഏണിംഗ്സ് ഫോർ എംപ്ലോയീസ്. ഇതിൽ എംപ്ലോയീസിന് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിന് താഴെയായിട്ടാണ് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് താഴെയായിട്ടാണ് നാം പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നാം നിർമ്മിക്കുന്ന പേ ഹെഡ്സ് ഏതിന്റെ അണ്ടറുകളിൽ വരുന്നതാണ് എന്ന് അത് സെലക്ട് ചെയ്ത് നൽകുക. എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ, എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ, ഗ്രാറ്റുവിറ്റി, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് എംപ്ലോയീസ് എന്നീ ടൈപ്പുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നാം നിർമ്മിക്കുന്ന ബേസിക് സാലറി ഏണിംഗ്സ് ഫോർ എംപ്ലോയീസ് എന്ന പേ ഹെഡിന്റെ അണ്ടറിൽ നിന്നുള്ളതായതിനാൽ ഇത് സെലക്ട് ചെയ്യുന്നു. അടുത്തത് അണ്ടർ. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് ഏത് ടൈപ്പ് എക്സ്പെൻസ് ആണ് എന്നുള്ളത് അതിവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്ത് നൽകുക. അതിന്റെ 3 ടൈപ്പ് എക്സ്പെൻസ് ഡിസ്പ്ലേ ചെയ്തു വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ്, ഡയറക്ട് എക്സ്പെൻസ്, ഇൻഡയറക്ട് എക്സ്പെൻസ്
അഡ്വർടൈസ്മെന്റ് എന്നത് നമ്മുടെ ഇൻഡയറക്ട് എക്സ്പെൻസിന് കീഴിൽ നാം നിർമ്മിച്ച ഒരു അക്കൗണ്ട് ഹെഡാണ്. ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ബേസിക് സാലറി എന്ന പേ ഹെഡ്